പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡയറക്റ്റിംഗ് എന്ന പാഠമാണ്. ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിൻ്റെ 2020-21 വർഷത്തേക്കുള്ള ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഡയറക്റ്റിങ്ങിലെ എല്ലാ ടോപ്പിക്കുകളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇൻ ദിസ് സെഷൻ I will discuss only the focus area for the academic year 2020-21, and we are discussing our 7th chapter, directing, and in this class we will discuss the meaning of directing and the first element of directing, that is supervision. Class തുടങ്ങുന്നതിന് മുമ്പേ, if you are new to this channel, please subscribe this channel and also please enable the bell button so that you will receive notification regarding new class. So let's begin our class. The name of our chapter is directing. The name of our chapter is directing. The word directing is a common word. That word directing is commonly used in several areas, especially in a cinema field, that is in film industry. The word directing is used. Directing, when you are watching a film, the most important person behind the film is the director. നിങ്ങളൊരു സിനിമ കാണുന്ന സമയത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടറാണ്, അതിൻ്റെ സംവിധായകനാണ്. അതുപോലെ തന്നെ ഇൻ ആൻ ഓർഗനൈസേഷൻ ഓർ ഇൻ എ ബിസിനസ് യൂണിറ്റ് ഓൾസോ, ഡയറക്റ്റിംഗ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. വി ആർ ഡിസ്കസിങ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് അവർ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്. നമ്മൾ ഓൾറെഡി 3 ഫങ്ഷൻസ്, മാനേജ്മെൻറ്റിൻ്റെ 3 ഫങ്ഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്ലാനിങ് പഠിച്ചു, ഓർഗനൈസിങ് പഠിച്ചു, സ്റ്റാഫിംഗ് പഠിച്ചു. എന്താ സ്റ്റാഫിങ്ങിൽ നമ്മൾ ചെയ്തേ? ആസ് എ പാർട്ട് ഓഫ് സ്റ്റാഫിംഗ് ഫങ്ഷൻ, ദ മാനേജ്മെൻറ്റ്, ദ കമ്പനി വിൽ അക്വയർ ദ നെസസറി ഓർ ദ റിക്വയർഡ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്, ആൻഡ് വി വിൽ ഗിവ് ട്രെയിനിങ്, വി വിൽ എൻഷുർ ദ ഡെവലപ്മെൻറ്റ്, വി വിൽ പേ കോമ്പൻസേഷൻ. ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ് ആർ ബി എക്സ്പ്ലെയിൻഡ് ഇൻ അവർ സ്റ്റാഫിംഗ് ചാപ്റ്റർ. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പാഠത്തിൽ എംപ്ലോയീസിനെ നമ്മൾ അക്വയർ ചെയ്യുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അവരുടെ ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാഫിങ്ങിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കമ്പനിയിൽ അക്വയർ ചെയ്തിരിക്കുന്ന, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് ഡയറക്ഷൻസ് കൊടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം. എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്, ആൻഡ് ഹൗ ടു പെർഫോം ദ ടാസ്ക്, etc. must be performed by the concerned manager. So the term directing refers to instructing. Before going to the meaning, directing is important managerial function that initiate action. Directing is an important managerial function that initiate action. Initiate action means that helps to begin action. പ്രവൃത്തി തുടങ്ങാൻ സഹായിക്കുന്ന ഒരു കമ്പനിയിലെ activities. Here action means activities. Initiate means begin. It is an important management function that helps to begin management function or management activities. മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ തുടങ്ങാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ്, സൂപ്പർവൈസിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് ദ എംപ്ലോയീസ് ടു അച്ചീവ് ദ പ്രീഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ഡയറക്റ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് instructing, guiding, supervising and inspiring the employees to achieve the predetermined objectives. Directing എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ, it is concerned with instructing. ഇത് എന്തൊക്കെയായിട്ട് ഡീൽ ചെയ്യുന്നു? ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഗൈഡ് ചെയ്യുക, അവരെ എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുക. സൂപ്പർവൈസിങ്, എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുക. ആൻഡ് ഇൻസ്പയറിംഗ് മീൻസ് മോട്ടിവേറ്റിംഗ്, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ് ടു അച്ചീവ് ദ പ്രീഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം, എല്ലാ സ്ഥാപനത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. എവറി ഓർഗനൈസേഷൻ വിൽ സെറ്റ് എ പ്രീഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്, ആൻഡ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ് യൂണിറ്റ് ഈസ് എയിംഡ് അറ്റ് അച്ചീവിംഗ് ദ പ്രീഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ആൻഡ് directing is concerned with instructing, guiding and inspiring employees in an organization to achieve the predetermined objectives. ഒരു കമ്പനിയുടെ മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അതിൽ തൊഴിലാളികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഗൈഡ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ്
ഡയറക്റ്റിംഗ് എന്ന്. ഡയറക്റ്റിംഗ് ഈസ് നോൺ ആസ് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് കാണാം, വൺ വേർഡ് ചോദിച്ചേക്കാം. ഡേഷ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ. പ്രവൃത്തി, മാനേജ്മെൻറ്റ് പ്രവൃത്തിയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയാണ് എന്ന് തെളിയിക്കുന്നത് ഈ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഒരു വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഡയറക്റ്റിംഗ് ഈസ് നോൺ ആസ് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ ബിക്കോസ് directing function helps to initiate activities or action in a company. Clear? കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ പോകാനില്ല, ഫോക്കസ് ഏരിയ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് ഒക്കെ ആ ഫോക്കസ് ഏരിയയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിങ്ങിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് കുട്ടികൾ ഇതാണ്, എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്ഷൻ ഹാസ് 4 എലമെൻറ്റ്സ്. ഡയറക്റ്റിങ്ങിന് 4 എലമെൻറ്റുകളാണുള്ളത്. First one supervision, second one motivation, third one leadership, and the fourth one is communication. By heart പഠിച്ചോ? What are the 4 elements of directing? Supervision, motivation, leadership, communication. Supervision, motivation, leadership, and communication. The first one is supervision. ഒന്നാമത്തെ എലമെൻറ്റ് ഇതാണ്. ഡയറക്റ്റിങ്ങിൻ്റെ സൂപ്പർവിഷൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ എലമെൻറ്റ്. The term supervision is derived from 2 words, super and vision. The term supervision is derived from 2 words, super and vision. സൂപ്പർ എന്ന് പറയുന്നതും വിഷൻ എന്ന് പറയുന്നതുമായിട്ടുള്ള 2 വേർഡുകൾ കൂടി ചേർന്നിട്ടാണ് സൂപ്പർവിഷൻ എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. സൂപ്പർ എന്ന് പറയാൻ നമുക്കറിയാം, അടിപൊളി, സൂപ്പർ അല്ലേ. നമ്മളൊരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് പറയും സൂപ്പർ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വളരെ നല്ല ടേസ്റ്റുള്ള അല്ലെങ്കിൽ വളരെ നല്ല ബിരിയാണിയാണെന്നതാണ് ഇല്ലേ. അതുപോലെ ഇവിടെയും സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആൻഡ് എബവ്, വളരെ ഏറ്റവും നല്ല രീതിയിൽ സൂപ്പറായിട്ട്, ഓവർ ആൻഡ് എബവ്. ആൻഡ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക, കാഴ്ച എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ. കാഴ്ച, നമ്മുടെ കണ്ണിൻ്റെ വിഷൻ എന്നൊക്കെ നമുക്കറിയാം. വിഷൻ മീൻസ് ആർട്ട് ഓഫ് സീയിങ് ഒബ്ജക്ട്സ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സംഭവങ്ങളെ കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് വിഷൻ എന്ന്. ദസ് ഇൻ ഓർഡിനറി സെൻസ് സൂപ്പർവിഷൻ മീൻസ് ഓവർസീയിങ് ദ ആക്ടിവിറ്റി. In ordinary sense, supervision means overseeing the activity. Overseeing the activity. Intelligent overseeing of individuals at work. കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ supervision means intelligent overseeing of individuals at work. ജോലി ചെയ്യുന്ന ആൾക്കാരെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഓവർസീ ചെയ്യുന്ന അവരെ. ഇപ്പോൾ ഓവർസിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോവർ ലെവൽ മാനേജറാണ് ഓവർസിയർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, KSEBന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ കണക്ഷനൊക്കെ തരാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒരു ഓവർസിയർ ഉണ്ടാവും. ഓവർസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോസ്റ്റിലൊന്നും കയറില്ല, മോസ്റ്റ്ലി കയറുന്നത് അവിടുത്തെ വർക്കേഴ്സാണ്, മസ്ദൂറാണ്. ഓവർസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ സേഫ്റ്റിയൊക്കെ ഉറപ്പാക്കുന്ന ഒരു ലോവർ ലെവൽ മാനേജർ തന്നെയാണ് ഓവർസിയർ. അപ്പോൾ ഓവർസീ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായിട്ട് ഓവർസീ ചെയ്യുന്ന ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് സൂപ്പർവിഷൻ. ഈ ചിത്രം നോക്കിക്കോ. സൂപ്പർവൈസർ ഇതൊരു ഫാക്ടറിക്കകത്തുള്ള വർക്കേഴ്സാണ്. ഫാക്ടറിക്കകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ് ഡീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ വെൽഡിങ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ കട്ടിങ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് വർക്കേഴ്സാണ്. അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ കമ്പനികളിൽ ഒരു ലോവർ ലെവൽ മാനേജർ ഉണ്ടായിരിക്കും. Generally, a lower level manager will be appointed in every organization to control workers in a factory, and the work performed by this person, this supervisor, is known as the duties of supervisor, and his function is known as supervision. അപ്പോൾ ഒരു കമ്പനിയിലുള്ള ജോലിക്കാരെ, ഒരു ഫാക്ടറിയിലൊക്കെയുള്ള ജോലിക്കാരെ, വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർവിഷൻ. നിങ്ങൾ അറബിക്കഥ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എന്താണ്, പിന്നെ നമ്മുടെ ശ്രീനിവാസൻ ദുബായിൽ പോയിട്ട് ഒരു ഫാക്ടറിക്കകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പാകിസ്ഥാനി അവനെ കൺട്രോൾ ചെയ്യുന്ന കാണാം. അതൊരു സൂപ്പർവൈസറാണ്. ഓർമ്മയില്ലേ? കണ്ട കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസർ ഈസ് എ ലോവർ ലെവൽ മാനേജർ ജനറലി പ്ലേസ്ഡ് ഇൻ ഫാക്ടറീസ് ടു കൺട്രോൾ ലോവർ ലെവൽ വർക്കേഴ്സ്. Okay. In management, supervision means intelligent overseeing the subordinates at work. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ മാനേജ്മെൻറ്റ് സൂപ്പർവിഷൻ റെഫേഴ്സ് ടു ഇൻ്റലിജൻറ്റ് ഓവർസീയിങ് ഓഫ് സബോർഡിനേറ്റ്സ് അറ്റ് വർക്ക്. ജോലി ചെയ്യുന്ന സബോർഡിനേറ്റ്സിനെ, കീഴ്ജീവനക്കാരെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഓവർസീ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർവിഷൻ എന്ന്. ദ പേഴ്സൺ ഹു സൂപ്പർവൈസസ് ദ ഓപ്പറേഷൻ ഈസ് നോൺ ആസ് എ സൂപ്പർവൈസർ.
ആരാണോ ഇത് ചെയ്യുന്നത് അയാളെ വിളിക്കുന്ന പേരെന്താണ്? സൂപ്പർവൈസർ. ദ പേഴ്സൺ ഹു പെർഫോം ദിസ് ടാസ്ക് ഈസ് നോൺ ആസ് സൂപ്പർവൈസർ. Supervisor is also known as foreman, overseer, സൂപ്രണ്ട്, സെക്ഷൻ ഓഫീസർ എക്സെട്ര. ഈ സൂപ്പർവൈസറെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ഈസ് ഓൾസോ നോൺ ആസ് ഫോർമാൻ എന്നറിയപ്പെടാറുണ്ട്, ഓവർസിയർ എന്നറിയപ്പെടാറുണ്ട്, സൂപ്രണ്ട്, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, സുപ്പിരൻറ്റൻഡൻ്റ് ആണ്, SUPERINTENDENT ആണ് സൂപ്രണ്ടിൻ്റെ സ്പെല്ലിംഗ്. സെക്ഷൻ ഓഫീസർ, ഇങ്ങനെ പല പേരുകളിലും ഒരു സൂപ്പർവൈസർ അറിയപ്പെടാറുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ച ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്ന ആൾക്കാരാണ് ഈ സൂപ്പർവൈസറായിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇമ്പോർട്ടൻസ് ഓർ റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് സൂപ്പർവൈസർ ഓർ സൂപ്പർവിഷൻ. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, റോൾ ഓഫ് സൂപ്പർവൈസർ ചോദിച്ചു കഴിഞ്ഞാൽ, ഫങ്ഷൻസ് ഓഫ് സൂപ്പർവൈസർ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കമ്പനിയിലെ ഒരു സൂപ്പർവൈസറുടെ ജോലി എന്തൊക്കെയാണ്, ഒരു കമ്പനിയിൽ ഒരു സൂപ്പർവൈസർ എന്തൊക്കെ തരത്തിലുള്ള ജോലികളാണ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് സൂപ്പർവൈസർ. The first one, maintains day-to-day contact. Maintain day-to-day contact or friendly relation. Supervisor maintains friendly relations with workers. A good supervisor acts as a guide, friend and philosopher to the workers. ആദ്യത്തെ സെൻറ്റൻസ് പഠിച്ചാൽ മതി. എ സൂപ്പർവൈസർ മെയിൻറ്റെയിൻ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് വർക്കേഴ്സ്. അതായത് നമുക്കറിയാം സൂപ്പർവൈസർ ഉണ്ടാവുക ഫാക്ടറിക്കകത്താണ്. ഫാക്ടറിക്കകത്തുള്ള സൂപ്പർവൈസർ അതിലെ വർക്കേഴ്സുമായിട്ട് വളരെ നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നു. ഹി മെയിൻറ്റെയിൻ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് വർക്കേഴ്സ്. ഹി മെയിൻറ്റെയിൻ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് വർക്കേഴ്സ്. ഓക്കെ. സെക്കൻഡ്, ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ട കുട്ടികൾക്കറിയാം. ഈ പിക്ചർ ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ലോവർ ലെവലാണ് സൂപ്പർവൈസർ വരുന്നത്. സൂപ്പർവൈസറുടെയും അണ്ടറിലാണ്, താഴെയാണ് വർക്കേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ഈ വർക്കേഴ്സിനെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് ഈ ലോവർ ലെവൽ ആയിട്ടുള്ള സൂപ്പർവൈസറാണ്. സൂപ്പർവൈസർ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് വർക്കേഴ്സാണ്, ഫാക്ടറിക്കകത്തുള്ള വർക്കേഴ്സാണ്. ഈ വർക്കേഴ്സിനെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രവർത്തനവുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്, കണക്ട് ചെയ്യിപ്പിക്കുന്നത് സൂപ്പർവൈസേഴ്സാണ്. Supervisor act as a link between workers and management. He conveys management ideas to the workers on one hand and workers' problem to the management on the other. എന്താണ്? സൂപ്പർവൈസർ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. സൂപ്പർവൈസർ വർക്കേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ലിങ്കായിട്ട്, ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നു. ഹി കൺവേ മാനേജ്മെൻറ്റ് ഐഡിയാസ് ടു ദ വർക്കേഴ്സ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മാനേജ്മെൻറ്റിൻ്റെ ഐഡിയാസ് വർക്കേഴ്സിന് കൺവേ ചെയ്യുന്നു. അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസ് മാനേജ്മെൻറ്റുമായിട്ടും കൺവേ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ഈ സൂപ്പർവൈസർ ചെയ്യുന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ. ദേ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. Next one, maintain group unity. നമുക്കറിയാം management is a group activity. It is not at all performed by a single person and it is not possible to perform the entire management function by a single person. In short, management is a group activity and the success of a group is purely depend on the unity among the members. And in order to create group unity or unity among the factory workers or the lower level workers in an organization, the supervisors must act in appropriate manner or in appropriate way. Supervisor plays a key role in maintaining group unity among workers placed under his control. സൂപ്പർവൈസർ എന്താണ്? ഒരു കമ്പനിയിലെ വർക്കേഴ്സിൻ്റെ, തൊഴിലാളികളുടെ ഇടയിൽ ഒരു ഐക്യം, യൂണിറ്റി, നമ്മളൊന്നാണ്, നമ്മൾ ഒരേ കുടുംബമാണ് എന്ന ഒരു അവയർനെസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസർ പ്രവർത്തിക്കുന്നു. ഹി ട്രൈ ടു മെയിൻറ്റെയിൻ ഗ്രൂപ്പ് യൂണിറ്റി. Supervisor plays a key role in maintaining group unity among workers placed under his control. Clear? Next one, ensure performance of work.
ensure performance of work. He takes responsibility for task achievement and motivate his workers effectively. Ensure performance of work. അതായത് ഒരു കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഒരു ഫാക്ടറിക്കകത്ത് ലക്ഷ്യം ഉണ്ടായിരിക്കും, ഒരു ദിവസം 100 യൂണിറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നതാണ്. സപ്പോസ് ദ എയിം ഓഫ് എ കമ്പനി ഈസ് ടു പ്രൊഡ്യൂസ് 100 യൂണിറ്റ് പ്രൊഡക്റ്റ് എ ഡേ. And it is the duty of the supervisor to ensure whether the workers are achieving this target or not. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ് വർക്കേഴ്സ് ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത്. അപ്പോൾ സൂപ്പർവൈസർമാർ എന്ത് ചെയ്യുന്നു? കമ്പനി വിചാരിച്ചതുപോലെ കമ്പനിക്ക് എന്താണോ വേണ്ടത് അതേ രീതിയിൽ വർക്കേഴ്സ് ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് സൂപ്പർവൈസേഴ്സാണ്. സൂപ്പർവൈസർ takes responsibility for task achievement and motivate his workers effectively. Next one, training. They provide training to the workers. നമ്മൾ സ്റ്റാഫിങ്ങിൽ പഠിച്ചതാണ് ട്രെയിനിങ് 2 തരത്തിലുണ്ട്, ഓൺ ദ ജോബും ഓഫ് ദ ജോബും എന്നൊക്കെ. ഓൺ ദ ജോബിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഫാക്ടറിക്കകത്ത് വെച്ചിട്ട് സൂപ്പർവൈസറാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യുന്നു? ദേ പ്രൊവൈഡ് ഓൺ ദ ജോബ് ട്രെയിനിങ് ടു വർക്കേഴ്സ്. ദേ പ്രൊവൈഡ് ഓൺ ദ ജോബ് ട്രെയിനിങ് ടു വർക്കേഴ്സ്. ഒരു കമ്പനിയിലെ ജോലിക്കാർക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നത് സൂപ്പർവൈസറാണ്. സൂപ്പർവൈസേഴ്സ് പ്രൊവൈഡ് ഓൺ ദ ജോബ് ട്രെയിനിങ് ടു ദ വർക്കേഴ്സ്. ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. Next, motivate the workers. Motivate the workers. A supervisor with good leadership qualities can build up high morale among workers. നമുക്കറിയാം, നിർബന്ധമായിട്ടും മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങളെ ടീച്ചേഴ്സ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഫുൾ മാർക്കൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഷെയ്ക്ക് ഹാൻഡ് തരിക, അല്ലെങ്കിൽ വെരി ഗുഡ് എന്ന് പറയുക, അത്രേ വേണ്ടു. അല്ലെങ്കിൽ അസംബ്ലി വിളിച്ചിട്ട് ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ് തരിക, ഒരു A4-നകത്ത് പ്രിൻ്റ് എടുത്ത ഒരു സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുള്ള മോട്ടിവേഷനാണ്. അതേപോലെ കമ്പനിക്കകത്തും എന്താണ്, സൂപ്പർവൈസർ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യണം. അതായത് നല്ല ജോലി ചെയ്ത് കഴിഞ്ഞാൽ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക, അവരുടെ സാലറിക്ക് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ പ്രചോദനം, നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുക എന്നതാണ് ഒരു സൂപ്പർവൈസറുടെ 6ാമത്തെ ഫംഗ്ഷൻ. A supervisor motivate the workers. A supervisor motivate the worker. A supervisor with a good leadership quality can build up high morale among workers. The next function of a supervisor is to collect feedback. വർക്കേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, വർക്കേഴ്സിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക എന്നതാണ് സൂപ്പർവൈസറുടെ അടുത്ത ഒരു റോളായിട്ട് വരുന്നത്. Supervisor analyze the work performed and gives feedback to the workers. അതായത് collecting feedback from workers and also gives feedback to the workers. വർക്കേഴ്സിൻ്റെ ഇടയിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. അതായത് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, വെദർ യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ കമ്പനി. അതുപോലെ തന്നെ കമ്പനിയുടെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം, എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ നിങ്ങൾക്കുണ്ടോ, ഇങ്ങനെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. അതായത് വർക്കേഴ്സിൻ്റെ ഇടയിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക എന്നതാണ് മറ്റൊരു ഫംഗ്ഷനായിട്ട് വരുന്നത്. സൂപ്പർവൈസർ അനലൈസ് ദ വർക്ക് പെർഫോംഡ് ആൻഡ് ഗിവ്സ് ഫീഡ്ബാക്ക് ടു ദ വർക്കേഴ്സ്. ഹി സജസ്റ്റ് വേസ് ആൻഡ് മീൻസ് ഫോർ ഡെവലപ്പിംഗ് വർക്ക് സ്കിൽസ്. അദ്ദേഹം എന്തുകൂടെ ചെയ്യുന്നത്? സൂപ്പർവൈസർ ഓൾസോ സജസ്റ്റ് ദ വേസ് ആൻഡ് മീൻസ് ഓഫ് ഫോർ ഡെവലപ്പിംഗ് സ്കിൽസ്, വർക്ക് സ്കിൽസ്. അതായത് ഒരു ജോലി, നിങ്ങൾ ചെയ്യുന്ന ജോലി എങ്ങനെ വളരെ നന്നായിട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസൊക്കെ മനസ്സിലാക്കുക, അവരുടെ ഐഡിയാസൊക്കെ കളക്ട് ചെയ്യുക. ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് ഫീഡ്ബാക്ക് എന്ന്. അപ്പോൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക എന്നതാണ് ഒരു സൂപ്പർവൈസറുടെ 7ാമത്തെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സൂപ്പർവിഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ്. ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഫങ്ഷൻസ് ആണ്. 7 ഫങ്ഷൻസ് ഏതൊക്കെയാണ്? നിർബന്ധമായിട്ടും പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ ലാംഗ്വേജ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജ് തെറ്റാതെ എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പോയിന്റുകൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുള്ള പോയിന്റാണ് പഠിക്കുക. മെയിൻറ്റെയിൻ ഡേ ടു ഡേ കോൺടാക്ട് ഓർ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് വർക്കേഴ്സ്. Act as a link between workers and management. Maintain group unity. Ensure performance of work, training to the workers and motivate the workers. Also collecting feedback from the workers.
അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ എലമെൻറ്റ് ഡിസ്കസ് ചെയ്യാം. ഈ പാഠത്തിൻ്റെ നോട്ടൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് hsstimes.blogspot വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.